കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇങ്ങനെ 6 സംഗതികളാണ് മനുഷ്യനെ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഇത് രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവമാകുന്നതാണ്. അങ്ങനെയുള്ള ഈ കാമവും ക്രോധവും സാമാന്യ ബുദ്ധിയെ അല്ലെങ്കിൽ വിവേക ബുദ്ധിയെ മറച്ചു വയ്ക്കുന്നതോട് കൂടിയിട്ട് ആൾക്ക് എന്തും ചെയ്യാനുള്ളൊരു ആഗ്രഹം വരികയാണ്. ഈ ആഗ്രഹങ്ങൾ ഒരു പരിധി വിടുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. അതാണ് ദുഷ്കർമ്മം എന്ന് പറയുന്നത്. നമസ്കാരം. അഭിജ്ഞാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഏതൊരു മാധ്യമം എടുത്താലും, ഇപ്പോൾ ന്യൂസ് പേപ്പറായാലും TV ആയാലും ഇലക്ട്രോണിക് മീഡിയ ആയാലും ഏതൊരു മീഡിയ എടുത്താലും അതിൽ പ്രധാനമായിട്ടും നമ്മളോട് പറയുന്ന എന്താ? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ ആയിട്ടുള്ള കഥകളാണ് പറയണത് മുഴുവൻ. യുദ്ധങ്ങളാവാം, അല്ലെങ്കിൽ കൊലപാതകമാവാം. ഇങ്ങനെയുള്ള കഥകളെ കൊണ്ട് നിറഞ്ഞതാണ് ഇന്നത്തെ മീഡിയ മുഴുവൻ. ഇതാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള പാപകൃത്യങ്ങൾ ചെയ്യുന്നത്? എന്താണ് ഈ കർമ്മങ്ങൾ ചെയ്യാൻ, പാപകർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ്? ഇതാണ് നമുക്ക് ഇന്നും തോന്നുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ പ്രധാനമാണ്. കാരണം ഇത് ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി, ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വളരെ പ്രധാനമാണ്. ക്രിമിനൽസിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ പ്രധാനമാണ്. സമുദായത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനമാണ്, ഇതിനൊരു ഉത്തരം കിട്ടണത്. അപ്പം ഇങ്ങനെ സുപ്രധാനമായിട്ടുള്ള ഈ ചോദ്യം ഇന്ന് നമുക്ക് തോന്നുന്നത് 5000 കൊല്ലം മുമ്പേ ഈ ചോദ്യം അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു? പലപ്പോഴും ഈ പാപം ചെയ്യുന്ന അയാൾക്ക് അറിയാം അയാൾ പാപം ചെയ്യുന്നതാണെന്ന്. പക്ഷേ അതേ സമയത്ത് തന്നെ ആരോ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് അയാൾ ഈ പാപകൃത്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം എന്നൊരു ചോദ്യം അർജുനൻ പറയുന്നുണ്ട്. ഇത് 3-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകമായിട്ട് വരും. അതായത് അധകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിശ്ചന്നപി വർഷ്ണേയ ബലാധിപ നിയോജിത. ഇതാണ് ചോദ്യം. ഇതിന് ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താ? കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേന ഇയ വൈരിണം. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇങ്ങനെ 6 സംഗതികളാണ് മനുഷ്യനെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഈ 6-ലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാമവും ക്രോധവും. അപ്പോൾ എന്താണ് കാമം? കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ വികാരമാണ് ക്രോധം, ദേഷ്യം. ആ ക്രോധത്തിൽ നിന്നാണ് പിന്നീട് നമ്മുടെ ബാക്കി എല്ലാ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഭഗവത്ഗീതയിൽ പറയണത് എന്താ വെച്ചാൽ, ഇതിൽ 3 എക്സാമ്പിളാണ് പറയണത്. അതായത് എങ്ങനെയാണ് ഇത് നമ്മുടെ ബുദ്ധിയെ വ്യതിചലിപ്പിക്കുന്നത് എന്നുള്ളത് കാണിക്കുകയാണ്. അതായത് ഒരു കണ്ണാടി അതിൽ ചളി പിടിച്ചിരിക്കുന്ന പോലെയും, അതായത് അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിനെ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുകുള്ള അതിനെ പൊതിഞ്ഞിരിക്കുന്ന പോലെയും, അല്ലെങ്കിൽ ഈ അഗ്നിയെ പുക കൊണ്ട് മറിക്കുന്ന പോലെയും, ഇങ്ങനെ 3 ഉദാഹരണങ്ങളാണ് പറയണത്. അപ്പോൾ എന്താ വെച്ചാൽ ശരിയായിട്ടുള്ള സംഗതി നമുക്ക് കാണാതെ ഇതിനെ മറച്ചു വയ്ക്കുകയാണ്. അപ്പോൾ
കണ്ണാടിയിലത്തെ ചളി, ഭ്രൂണത്തിനെ മറച്ചു വയ്ക്കുന്ന പ്ലസൻ്റ അല്ലെങ്കിൽ മറുപിള്ള, അഗ്നിയെ മൂടുന്ന പുക, ഈ മൂന്നും ഈ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുന്ന പോലെ വിവേകബുദ്ധിയെ ഈ കാമവും ക്രോധവും അതുപോലെ മറ്റു നാലെണ്ണം കൂടിയുണ്ട്, അതെല്ലാം കൂടി നമ്മളെ മറച്ചു പിടിക്കുകയാണ്. അതായത് നമ്മുടെ അറിവിനെയും നമ്മുടെ വിവേകബുദ്ധിയും ഇത് മറച്ചു പിടിക്കുന്നു. അങ്ങനെ മറച്ചു പിടിക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മൾ വിവേകബുദ്ധി നശിച്ച് ഇന്ദ്രിയ മനസ്സുകളുടെ പിന്നാലെ പോയി അത് കഴിഞ്ഞ് ആ എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ചെയ്യാൻ പ്രേരിതനാവുന്നു എന്നാണ് പറയുന്നത്. അതായത് ജ്ഞാനത്തിനെ ഇത് മറച്ചു വയ്ക്കുന്നു. ഇത് അജ്ഞാനമാണ്. അതായത് കാമം ക്രോധം എന്ന് പറയുന്നത് ഇത് രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവമാകുന്നതാണ് ഈ കാമവും ക്രോധവും. അങ്ങനെയുള്ള ഈ കാമവും ക്രോധവും ഈ സാമാന്യ ബുദ്ധിയെ അല്ലെങ്കിൽ വിവേകബുദ്ധിയെ മറച്ചു വയ്ക്കുന്നതോട് കൂടിയിട്ട് ആൾക്ക് എന്തും ചെയ്യാനുള്ളൊരു ഇത് വരികയാണ്, ഒരു ആഗ്രഹം വരികയാണ്. ആ ആഗ്രഹത്തിൽ നിന്നാണ് മറ്റുള്ള ആഗ്രഹങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അയാൾക്ക് പ്രകടമാകുന്നത്. ഇപ്പോൾ നമ്മളൊരു യുദ്ധത്തിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് നോക്കൂ. അതെന്തിനാണ്? ഒന്നിലും ആ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം. അവിടെ എന്താ ആഗ്രഹം? രാജ്യം പിടിക്കാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവിടുത്തെ സമ്പത്ത് കൊണ്ടുവരാനുള്ള ആഗ്രഹം. അതായത് ഈ ലോകത്തിൽ നടക്കുന്ന പല സംഗതികളും ഓരോരോ സംഗതികൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നിലിപ്പോൾ ഈ സമ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെയുള്ള ഓരോ സംഗതികളാണ് മനുഷ്യനെ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞു. ഈ ആഗ്രഹങ്ങൾ, എല്ലാ ആഗ്രഹങ്ങളും തെറ്റാണോ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യൻ മൃതപ്രായനാണ്. അയാൾക്കൊന്നും ഒരു തരത്തിലും അയാൾക്ക് പുരോഗമിക്കാൻ സാധ്യമല്ല. കാരണം ആഗ്രഹങ്ങളാണ് നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന പ്രേരണ. അപ്പോൾ ആഗ്രഹങ്ങളില്ലാതെ പറ്റില്ല. ആഗ്രഹങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം. അതായത് നമുക്ക് അനിയന്ത്രിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങളില്ലെങ്കിൽ നമുക്ക് പുരോഗതിയില്ല. നമുക്ക് വലുതാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരാൾ വലുതാവൂ. നമുക്ക് കൂടുതൽ അറിവ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കൂ, നമ്മൾ കൂടുതൽ പഠിക്കൂ. അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായിട്ടൊരു ഘടകമാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഒരു പരിധി വിടുമ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും. അതാണ് ദുഷ്കർമ്മം എന്ന് പറയുന്നത്. ആ ദുഷ്കർമ്മമാണ് പാപം. ഇനി ക്രോധത്തിൻ്റെ കഥ എടുക്കാം. ക്രോധം ഒരു നെഗറ്റിവിറ്റി ആയിട്ടാണ്, അതായത് ഒരു നിഷേധാത്മകമായിട്ടുള്ളൊരു വികാരമായിട്ടാണ് എല്ലാവരും കണക്കാക്കുക. പക്ഷേ ക്രോധമില്ലെങ്കിൽ നമുക്ക് അനീതിക്കെതിരായിട്ട് നമ്മുടെ ശബ്ദം ഉയർത്താൻ സാധിക്കുമോ? നമുക്ക് ആ ദേഷ്യം വന്നാലേ നമ്മളതിനു വേണ്ടി പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ ക്രോധവും ആവശ്യമാണ് ജീവിതത്തിൽ. കാമവും വേണം, ക്രോധവും വേണം. പിന്നെ മറ്റൊരധ്യായത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, അതായത് അധാർമിക അല്ലാത്ത കാമമാണ് ഞാൻ എന്ന്. അതായത് ഈശ്വരൻ അധാർമികമല്ലാത്ത കാമമാണ്. അതായത് ഈ ധാർമ്മികമായിട്ടുള്ള കാമം ജീവിതത്തിൽ ആവശ്യമാണെന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാപകർമ്മങ്ങൾ മുഴുവൻ പാപകർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇതുകൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഈ ദേഷ്യവും നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള മത്സരവും ബുദ്ധിക്ക് വരുന്ന കുറവും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്രേരണ ശക്തികൾ. പക്ഷേ ഇതൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാപകർമ്മത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. എന്നാൽ ഇതിൽ വേറൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഒരു ബയോളജിക്കലായിട്ട് പറയുമ്പോൾ മനുഷ്യൻ മാത്രമാണ് മനുഷ്യനെ പീഡിപ്പിക്കുന്നതായിട്ട് കാണുന്നത്. അതായത് ഒരു ഭാഗം ജന്തുക്കൾ അതേ ഭാഗം ജന്തുക്കളെ പീഡിപ്പിക്കുന്നത് കാണുന്നത് വേറെ ഒരു ഇതിലും കാണുന്നില്ല.
മറ്റേതൊരു ജന്തുവും രണ്ട് തരത്തിലേ മറ്റൊരു ജന്തുവിനെ ആക്രമിക്കുള്ളൂ. ഒന്ന് അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി, രണ്ട് അതിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ രണ്ട് സംഗതികളാണ് ഏതൊരു ജീവിയും ചെയ്യുള്ളൂ. അതിന് പകരം മനുഷ്യരാണെങ്കിൽ വിവേകബുദ്ധി ഉണ്ടെങ്കിലും ആ വിവേകബുദ്ധി വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ മനുഷ്യനെ തന്നെ പേടിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കുന്നതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊരു നേട്ടമൊന്നുമില്ലെങ്കിലും അതിൽ നിന്നൊരു ആനന്ദം കാണുന്ന ആൾക്കാരുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഈ സ്വഭാവം ഇല്ലാതാവണമെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയണം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനാണ് കുറച്ച് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ്, ആ ആത്മാവിന് ഈ വക ഗുണവിശേഷങ്ങളൊന്നുമില്ല, ഞാൻ ഏറ്റവും ഉയർന്നു വരുന്ന ഒരാളാണെന്നുള്ള ആ ധാരണയിലേക്ക് വന്നാലേ ഈ മനുഷ്യൻ്റെ ഈ നിഷേധാത്മകമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ അവസാനിക്കുകയുള്ളൂ.